നമസ്കാരം. വായനയുടെ ലോകത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ എൻ്റെ ശ്രോതാക്കളുമായി പങ്കുവയ്ക്കുന്നത് ഡോക്ടർ സി വി ആനന്ദബോസ് എഴുതിയ മിത്തും സയൻസും എന്ന ഒരു പുതിയ പുസ്തകം. ജനുവരി 25 ഇറങ്ങിയ ആ പുസ്തകത്തിൽ 21 അധ്യായങ്ങളുണ്ട്. അതിൽ ഏതാനും അധ്യായങ്ങളാണ് ഇന്നിവിടെ നിങ്ങളുമായിട്ട് ഞാൻ പങ്കുവയ്ക്കുന്നത്. ഏതാണ്ട് 70ഓളം ഗ്രന്ഥങ്ങളുടെ കർത്താവാണ് അദ്ദേഹം. നമുക്കറിയാം, ഒരു കുട്ടി ജനിക്കുന്നത് മാ എന്ന് പറഞ്ഞുകൊണ്ടാണ്. മാ എന്നാൽ അമ്മ എന്നാണ് അർത്ഥം. എല്ലാ വർഷവും മദേഴ്സ് ഡേ നാം ആചരിക്കാറുണ്ട്. ക്രിസ്തുമസ് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ആഘോഷമാക്കുന്നത് ഈ മദേഴ്സ് ഡേ ആണ്. ഏറ്റവും കൂടുതൽ പൂക്കൾ വാങ്ങുന്നതും ക്രിസ്മസ് കഴിഞ്ഞാൽ പിന്നെ മദേഴ്സ് ഡേക്കാണ്. ഇന്ത്യയെപ്പോലുള്ള ഒരു പൗരാണിക സംസ്കൃതിയിൽ എല്ലാ ദിവസവും അമ്മമാരുടെ ദിവസമാണ്. അതൊരു സാംസ്കാരിക സത്വമാണ്. ഭാരതീയ വിചാരധാരയിൽ ഭൂമിയാണ് അമ്മ, അമ്മ പ്രപഞ്ചമാണ്, അമ്മ പ്രകൃതിയാണ്. ഇന്ത്യൻ മിഥോളജിയിൽ തന്നെ കന്യകമാരായ സീതയും ദ്രൗപദിയും അഹല്യയും മണ്ഡോദരിയും താരയും എല്ലാം തന്നെ അവരുടെ ജീവിത പന്ഥാവിലൂടെ അവരനുഭവിച്ച വേദനയിലൂടെ മാതൃത്വത്തിൻ്റെ ത്യാഗത്തെ വരച്ചു കാട്ടുന്നുണ്ട് നമുക്കറിയാം. അത്ര ഉദാത്തമായ ഒരു സംസ്കാരം നിലനിർത്തുന്നവരാണ് ഈ പറഞ്ഞ കഥാനായികമാരെല്ലാം തന്നെ. അമ്മമാർക്ക് കുട്ടികളെ വളരെ ഇഷ്ടമാണ്. അത് മൃഗമായാലും ശരി, പക്ഷികളായാലും ശരി, മനുഷ്യരായാലും ശരി, അമ്മമാരെന്ന് പറയുന്നത് കുട്ടികൾക്ക് വളരെ പ്രിയമാണ്. ഇവിടെ ഒന്ന് ശ്രദ്ധിക്കൂ. സൈബർ സ്ട്രീറ്റിൽ യെല്ലോ നാഷണൽ പാർക്കിൽ, അത് USA അവിടെ ആ കാടിന് മൊത്തം തീ പിടിച്ചു. കാടിന് തീ പിടിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും എന്താണ് സംഭവിക്കുന്നത്? പക്ഷികളെല്ലാം പറന്നു പോകും, ജീവനും കൊണ്ടോടും. തീയെല്ലാം അണച്ചതിന് ശേഷം വനപാലകർ വന്ന് നോക്കുമ്പോൾ, അവരിങ്ങനെ നോക്കുമ്പോൾ ഒരു പക്ഷി അതിൻ്റെ തലയും വാലും കംപ്ലീറ്റ് കത്തിക്കരിഞ്ഞ് കിടക്കുന്നു. അവരാ പക്ഷിയെ തിരിച്ചിട്ട് നോക്കിയപ്പോൾ കണ്ട കാഴ്ച വളരെ അത്ഭുതാവഹമായിരുന്നു. അത് നിറയെ മുട്ടകളായിരുന്നു. അത് കാണിക്കുന്നത് എന്ത് ത്യാഗം സഹിച്ചാലും തൻ്റെ കുഞ്ഞുങ്ങളെ രക്ഷിക്കുന്നതിന് വേണ്ടി ആ തള്ളപ്പക്ഷി ജീവൻ ബലിയർപ്പിക്കുകയായിരുന്നു. ഇന്ത്യൻ സംസ്കാരത്തിൽ മാതാപിതാ ഗുരു ദൈവം എന്നാണ് പറയുന്നത്. പാശ്ചാത്യ നാട്ടിലെ സംസ്കാരത്തിൻ്റെ വരവോടുകൂടി ഈ അച്ഛനും അമ്മയും മാറി. അവിടെ ഡാഡി മമ്മി സ്ഥാനം ഉറപ്പിച്ചു. ഇന്ന് നാം കാണുന്നത് എന്താണ്? ലഹരിക്ക് അടിമപ്പെട്ട യുവതികൾ അമ്മമാരെയും അച്ഛനെയും ഇന്ന് വൃദ്ധസദനങ്ങൾ ഏൽപ്പിക്കുകയാണ്. വൃദ്ധസദനങ്ങൾ ഏൽപ്പിക്കുകയാണെങ്കിലും നമുക്ക് വിഷമമില്ല. പക്ഷേ വൃദ്ധസദനങ്ങൾ ഏൽപ്പിക്കുക മാത്രമല്ല, വൃദ്ധസദനങ്ങൾ കൊണ്ട് തള്ളുകയാണ്. വൃദ്ധസദനങ്ങൾ കൊണ്ട് തള്ളുക മാത്രമല്ല, അവരെ ഗളച്ഛേദം നടത്തി കബന്ധങ്ങളാക്കി മാറ്റുകയാണ്. കുരുക്ഷേത്ര യുദ്ധത്തിൽ കുന്തി മാതാവ് കണ്ട കാഴ്ച എന്താണ്? കബന്ധങ്ങളാണ് കണ്ടത്. ആ മാതാവിൻ്റെ ആ അവസ്ഥയിൽ നിന്നുകൊണ്ട് ആ അവസ്ഥ എന്തായിരിക്കും ആ സമയത്ത്? ഇതാണ് ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നത്. നാം പത്രദ്വാര കാണുന്ന കാര്യങ്ങളാണ്. ലഹരിക്കും മദ്യത്തിനും മയക്കുമരുന്നും അടിമകളായിട്ട് എല്ലാ ഭീകര അന്തരീക്ഷം സൃഷ്ടിച്ചുകൊണ്ട് ഇല്ലായ്മ ചെയ്യുകയാണ്, ഗളഹസ്ഥം ചെയ്യുകയാണ്. ഇന്ന് ഈ ഗർഭപാത്രം വാടകയ്ക്കെടുക്കുന്ന ഒരു സംവിധാനമുണ്ട്. അതായത് സറോഗേറ്റ് മദേഴ്സ് എന്ന് പറയും. സറോഗേറ്റ് മദേഴ്സ് ഇവരുടെ ഗർഭപാത്രം വാടകയ്ക്ക് കൊടുക്കുകയാണ്. മറ്റൊരാളുടെ ബീജം ആ ഗർഭപാത്രത്തിൽ നിക്ഷേപിച്ചിട്ട് കുട്ടികളുണ്ടാകുന്നു. ആ കുട്ടിയെ പരിപാലിക്കുന്നത്, ആ കുട്ടി ജനിച്ചതിന് ശേഷം അതിൻ്റെ പരിപാലനം ഏറ്റെടുക്കുന്നത് വേറൊരു മാതാവാണ്. പെറ്റമ്മയുമുണ്ട്, പോറ്റമ്മയുമുണ്ട്. ഇതിൽ ഓർക്കുക ഒരു കാര്യം, സ്വജീവനിൽ മറ്റൊരു ജീവനെ വഹിക്കുവാനുള്ള കഴിവുള്ള ഏക ജീവി അത് അമ്മയാണ്. ഷേക്സ്പിയർ പറഞ്ഞിട്ടുണ്ട്, കാരുണ്യത്തിൻ്റെ പാലാണ് അമ്മയെന്ന്. അമ്മയുടെ എന്തിനു പറയുന്നു? അമ്മയുടെ മുലപ്പാലിനെ പോലും
വെറുതെ വിടുന്നില്ല നമ്മുടെ പുരാണങ്ങൾ. പൂതനയെ കൊണ്ട് വിഷം, മുലപ്പാലിലൂടെ വിഷം കൊടുത്ത് കൊല്ലാൻ ശ്രമിച്ച കംസന് നമുക്ക് ഓർമ്മയുണ്ട്. അതിന് കംസന് ഒരു മടിയുമില്ലായിരുന്നു, ഒരു ദാക്ഷിണ്യവുമില്ലായിരുന്നു. അമ്മയെന്ന് പറയുന്നത്, അമ്മയുടെ കരസ്പർശം, അമ്മയുടെ സ്പർശനം എന്ന് പറയുന്നത് വളരെ വലുതാണ്. ഒരു വഴുവഴുത്ത പാലത്തിലൂടെ 8 വയസ്സുള്ളൊരു കുട്ടിയെയും കൊണ്ട് ഒരമ്മ പിടിച്ചുകൊണ്ട് പോവുകയാണ്. അപ്പോൾ കുട്ടി അമ്മയോട് പറയുന്നു, അമ്മ എൻ്റെ കൈകൾ ശരിക്ക് പിടിച്ചോണം, കാരണം ഈ പാലത്തിൽ കയറുമ്പോൾ ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും കാഴ്ചകളൊക്കെ കാണും. അന്നേരം എൻ്റെ കൈ അമ്മയുടെ കയ്യിൽ നിന്നും വിടുവാൻ സാധ്യതയുണ്ട്. അപ്പോൾ അമ്മ പറഞ്ഞു, രണ്ടും ഒന്നു തന്നെയല്ലേ കുട്ടി? കാരണം കുട്ടിക്കറിയാം അമ്മയുടെ പിടുത്തം, ആ മകൻ്റെ കയ്യിലുള്ള അമ്മയുടെ പിടുത്തം അതൊരിക്കലും മാറിപ്പോകില്ല എന്ന് നല്ലവണ്ണം ഈ കുട്ടിക്കറിയാം. അത്രമാത്രം സ്നേഹം തുളുമ്പുന്ന, വിശ്വാസ്യത ആർജിച്ച ഒരു രൂപമാണ് നമ്മുടെ ഈ അമ്മ. ധീരതയുള്ള അച്ഛൻ്റെ മകനാണ് ശങ്കർ. ഒരു റെയിൽവേ അപകടത്തിൽ 10 പേരുടെ ജീവൻ രക്ഷിച്ച ആളാണ് ശങ്കറിൻ്റെ അച്ഛൻ. അച്ഛൻ്റെ മരണശേഷം ആ കുടുംബത്തിൻ്റെ വരുമാനമൊക്കെ നിലച്ചു. ഈ മകൻ പ്രായമായി. അപ്പോൾ അമ്മ പറഞ്ഞു, സിഗ്നൽ മാനിൻ്റെ അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട്, നീ അതിന് അപ്ലൈ ചെയ്യണം, നീ ആ ഇൻ്റർവ്യൂവിന് പോകണം. ആ മകൻ ഇൻ്റർവ്യൂവിന് പോയി. അപ്പോൾ നിങ്ങൾ സിഗ്നൽ ഗാർഡിൻ്റെ ജോലിക്കാണല്ലോ അപേക്ഷിച്ചിരിക്കുന്നത്? അതെ. അപ്പോൾ 1-2 ചോദ്യം. 2 തീവണ്ടികൾ 2 ദിശയിൽ നിന്നും വരുന്നു, നിങ്ങൾ എന്തു ചെയ്യും? ഞാൻ അപ്പോൾ ഓട്ടോമാറ്റിക് സിഗ്നൽ ഉപയോഗിച്ച് വണ്ടി നിർത്താൻ ഓർഡർ കൊടുക്കും. ഈ ഓട്ടോമാറ്റിക് സിഗ്നൽ വർക്ക് ചെയ്യുന്നില്ലെങ്കിലോ? അപ്പോൾ അടുത്ത ചോദ്യം, ഞാൻ എൻ്റെ കൈകൊണ്ട് പ്രവർത്തിക്കാവുന്ന സിഗ്നൽ ഉപയോഗിച്ച് ഇൻഫർമേഷൻ കൊടുക്കും, അത് ഇടിമിന്നലിൽ തകർന്നു പോയെങ്കിലോ? അപ്പോൾ ഞാൻ ലെവൽ ക്രോസിലെ വാച്ച്മാനെ വിളിച്ചിട്ട് ലാൻഡ് ലൈനിലൂടെ ഇൻഫർമേഷൻ കൊടുക്കും. പക്ഷെ അന്നേരം ലാൻഡ് ലൈൻ എൻഗേജ്ഡ് ആണെങ്കിലോ? ഇന്ന് നിങ്ങൾ എന്തു ചെയ്യും? അപ്പോൾ ഞാൻ എൻ്റെ അമ്മയെ വിളിക്കും. എന്ത്? അമ്മയെ വിളിക്കും. എന്തിന്? അല്ല, 2 തീവണ്ടികൾ കൂട്ടിമുട്ടുന്നത് അമ്മ ഇതുവരെ കണ്ടിട്ടില്ല. അതിൻ്റെ അർത്ഥം, നമുക്കൊരു ആശ്രയമില്ലാത്ത വരുന്ന ഒരു അവസ്ഥയിൽ അവസാനം നമ്മൾ കണ്ടു ചെന്നെത്തുന്നത് അമ്മയിലായിരിക്കും. ഈ പ്രപഞ്ചത്തിൽ ഏറ്റവും ആഴത്തിൽ ഏറ്റവും കൂടുതൽ അർത്ഥമുള്ള വാക്ക് ഏതെന്ന് ചോദിച്ചാൽ ഞാൻ പറയും, അത് പിസയിലെ ചെരിഞ്ഞ ഗോപുരമല്ല, ചൈനയിലെ വൻമതിലല്ല, താജ്മഹലല്ല, അങ്ങനെയുള്ളതൊന്നുമല്ല. അത് മറ്റാരുമല്ല, അത് അമ്മയാണ്. നമ്മുടെ വിസ്മയിപ്പിക്കുന്ന ഒരു അത്ഭുതം എന്ന് പറയുന്നത് അമ്മയാണ്. അതാണ് അമ്മ അടരിൻ്റെ വിശ്വപ്രകൃതിയിലെ ഏറ്റവും വലിയ ഇന്ദ്രജാലമെന്ന് പറയുന്നത്. നാം ഇന്ന് അമ്മമാരെ ആദരിക്കുന്നില്ല എന്നതിൻ്റെ വേറൊരു കഥ കേട്ടോളൂ. വളരെ പ്രായം ചെന്ന ഒരു സ്ത്രീ, ഒരു മകൻ, അവന് സ്കൂളിൽ ചോറുമായിട്ട് എന്നും അമ്മ ഉച്ചയ്ക്ക് ചെല്ലും. ഈ അമ്മയ്ക്കൊരു കണ്ണ് മാത്രമേ ഉള്ളൂ. മകൻ പറഞ്ഞു, അമ്മ ഇനി ഇവിടെ എനിക്ക് ചോറ് കൊണ്ട് വരണ്ട, കാരണം കുട്ടികളെല്ലാം ഒറ്റക്കണ്ണിയുടെ മകൻ എന്ന് പിടിച്ച് ആക്ഷേപിക്കുകയാണ്, അതുകൊണ്ട് അമ്മ വരണ്ട. അങ്ങനെ മകൻ വളർന്നു, പഠിച്ചു. ഒരു ദിവസം അവൻ്റെ വീട്ടിൽ ഒരു വൃദ്ധയായ സ്ത്രീ അവൻ്റെ 2 കുട്ടികൾക്കും ഭക്ഷണം കൊടുക്കുന്നു. അവന് മനസ്സിലായി അത് അവൻ്റെ അമ്മയാണ്. അവൻ വഴക്ക് പറഞ്ഞു, ഒരിക്കലും ഇനി ഇവിടെ വരരുത്. ആ സ്ത്രീ വളരെ വിഷമിച്ചുകൊണ്ട് ഇറങ്ങിപ്പോയി. അങ്ങനെ ഇരിക്കെ അവൻ്റെ നാട്ടിൽ, അവൻ പഠിച്ച ഗ്രാമപ്രദേശത്തെ സ്കൂളിൽ ഒരു വാർഷികം നടന്നു. ആ വാർഷികത്തിന് ഈ അമ്മയുടെ ഒറ്റ മകൻ ക്ഷണിക്കപ്പെട്ടു. അവനവിടെ പോയി വാർഷികത്തിൽ പങ്കെടുത്തു. വാർഷികത്തിൽ പങ്കെടുത്ത് തിരിച്ചു വരുന്ന സമയത്ത് അയൽവക്കത്തുള്ള ഒരാൾ ഒരു കത്ത് ഈ മകന് കൊടുക്കുന്നു. മകനെ, ഇത് നിൻ്റെ അമ്മ മരിക്കുന്നതിന് മുമ്പ് എന്നെ ഏൽപ്പിച്ചതാണ്. ഈ പരിപാടിയിൽ നീ വരുമെന്ന് അമ്മയ്ക്ക് നല്ല ഉറപ്പായിരുന്നു.
ആ കത്ത് മറ്റൊന്നുമായിരുന്നില്ല. മകനെ, ഞാൻ ഒറ്റക്കണ്ണി ആയത് മറ്റൊന്നും കൊണ്ടല്ല. നീ 3-ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ നിനക്കൊരു അപകടമുണ്ടായി. നിൻ്റെ ഒരു കണ്ണ് നഷ്ടപ്പെട്ടു. നിന്നെ ഈ ലോകം ഒറ്റക്കണ്ണൻ എന്ന് വിളിക്കാതിരിക്കാൻ വേണ്ടി എൻ്റെ കണ്ണാണ് നിനക്ക് ഞാൻ തന്നത്. ഇതാണ് മകനെ ഞാൻ ഒറ്റക്കണ്ണി ആയത്. എത്ര ആർദ്രമായ, എത്ര ഹൃദയാർദ്രമായ ശോകമൂകമായ അന്തരീക്ഷത്തിൽ ആ കത്തവൻ വായിക്കുന്നു. ഒരക്ഷരം അവന് പറയാൻ തോന്നുന്നില്ല. അമ്മ ചെയ്തു തന്ന കൊച്ചു കൊച്ചു കാര്യങ്ങളുടെ ആകത്തുകയുടെ പേരാണ് സ്നേഹം. ഒരുപക്ഷേ അതില്ലാതാവുമ്പോൾ മാത്രമാണ് നാം അമ്മയെക്കുറിച്ച് ഓർക്കുന്നത് അല്ലെങ്കിൽ വിലപിക്കുന്നത്. വെറ്റില തളിരിൻ്റെ തരളതയും മുലപ്പാലിൻ്റെ ധവളിമയും ചന്ദനഗന്ധമുള്ള ഓർമ്മയ്ക്ക് മുമ്പിൽ നാം ഇതാ ഒരേ ഒരു പേർ, അതാണ് അമ്മ. നന്ദി, നമസ്കാരം.